പരിശുദ്ധമായ ജമാദുൽ ഊല ജമാദുൽ അവ്വൽ മാസത്തിൻ്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവാണെന്ന് നാളെ വെള്ളിയാഴ്ച പകലാണ്. ഒരു സ്വലാത്ത് നമുക്കൊക്കെ സ്ഥിരമായി പരിചയമുള്ള, നമ്മൾ സ്ഥിരമായി ഓതുന്ന പറയുന്നൊരു സ്വലാത്താണ്. ആ സ്വലാത്ത് അതിൻ്റെ നമ്മൾ അറിയാത്തൊരു നേട്ടം കൂടി മനസ്സിലാക്കിയിട്ട് ആ സ്വലാത്ത് നമുക്ക് ചൊല്ലിയാലോ. കൂടാതെ ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായി നമ്മുടെ മുൻഗാമികളായ ഒരുപാട് മഹത്തുക്കൾ, ഔലിയാക്കന്മാരും അതുപോലെ തന്നെ ഒരുപാട് താബിഈങ്ങളും തബുഅത്താബിഈങ്ങളും ഒരുപാട് സൂഫിയാക്കളും ഒക്കെ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു കുഞ്ഞു ദുആയുണ്ട്. ആ ദുആ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിക്കാം. അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം അനവധിയാണ്. അതും എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കതൊന്ന് കേൾക്കാം. മനസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് അല്ലേ. ഒരുപാട് മോശപ്പെട്ട കാര്യം വരും, നല്ല കാര്യം വരും. നമ്മൾ ഇന്നു മുതൽ വെറുതെ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ പ്രതിഫലം കിട്ടുന്ന 6 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ വിശദീകരണവും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അവസാനം വരെ വീഡിയോ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമുക്ക് ഇരുലോകത്തും ഉപകാരപ്പെടുന്ന, പ്രത്യേകിച്ച് നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ നന്മയും തിന്മയും തൂക്കുന്ന മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്ന നല്ല അമലുകളായി, പ്രവർത്തനങ്ങളായി അള്ളാഹു ഇത് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ കമൻറ്റിലൂടെയും അല്ലാതെ നേരിട്ട് കണ്ടും ഒക്കെ പറയാറുണ്ട്. പടച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരണേ അല്ലാ. പ്രയാസങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും നീ മാറ്റി തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ ജമാദുൽ ഊല, ജമാദുൽ അവ്വൽ മാസത്തിൻ്റെ 4-ാമത്തേതും അവസാനത്തേതുമായ വെള്ളിയാഴ്ച രാവിലാണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച രാവിനും വെള്ളിയാഴ്ച ദിവസത്തിനുമൊക്കെ കൊടുത്തിട്ടുള്ള മഹത്വവും ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പല വീഡിയോകളിൽ സംസാരിച്ചതാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച പകലാണ്. ഇനി അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും പരിപാവനമായ ജമാദുൽ ഉഖ്റ മാസത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പുണ്യമായ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണെന്ന് നാളെ വെള്ളിയാഴ്ച പകലാണ്. നമുക്ക് ഒരു സ്വലാത്ത് പരിചയപ്പെടാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്വലാത്തു സഅദ എന്നും അതുപോലെ അദദ് സ്വലാത്ത് എന്നൊക്കെ പഠിച്ചിട്ടുള്ള, നമ്മൾ പറയാറുള്ള ഒരു പുണ്യമായ സ്വലാത്ത്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 6 ലക്ഷത്തോളം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അല്ലാഹു തആല തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യമായ സ്വലാത്ത് ഏതാണത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാഹ്. ഇതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ കഴിഞ്ഞ പല വീഡിയോയിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വലാത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠതയും മഹത്വമൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തൽക്കാലം അങ്ങോട്ട് കിടക്കുന്നില്ല. നമുക്കൊരു 3 പ്രാവശ്യം ആ സ്വലാത്തൊന്ന് പറഞ്ഞാലോ. അല്ലാഹു തആല ഈ സ്വലാത്ത് പറയുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ പ്രതിസന്ധികളും, നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല മാറ്റിത്തരുകയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു ഒരു 3 പ്രാവശ്യം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പടച്ചവൻ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ. ഈ 2 ദിവസവും ഇനിയുള്ള ഏത് ദിവസവും നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയ, നമ്മൾ അധികരിപ്പിക്കേണ്ട, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെയായി നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദുആയുണ്ട്. നമുക്ക് മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് ഉസ്താദുമാരും മശായിഖന്മാരും ഒരുപാട് ഔലിയാക്കന്മാരും സൂഫികളും ആരിഫീങ്ങളും എല്ലാവരും അധികരിപ്പിച്ച പവിത്രതയുള്ള ഒരു ദുആയുണ്ട്. ആ ദുആ നമ്മൾ പറഞ്ഞ അല്ലാഹു അത് സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഏതാണ് ആ ദുആ? ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നുണ്ട്. അതിനു മുമ്പായി എൻ്റെ ഉമ്മച്ചിമാർക്കും എൻ്റെ ഉപ്പച്ചിമാർക്കും ഞാനൊരു 6 കാര്യം പറഞ്ഞു തരാം. ഈ 6 കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് അല്ലേ.
നമ്മുടെ ഓരോ ദിവസവും മനസ്സിൽ വരുന്ന എത്രയോ ചിന്തകളാണ്. മോശപ്പെട്ട ചിന്തകളുണ്ട്, നല്ല ചിന്തകളുണ്ട്. പ്രത്യേകിച്ച് നിസ്കരിക്കാനൊക്കെ നിന്നാൽ അല്ലോ മറന്നുപോയ, വർഷങ്ങൾക്ക് മുമ്പ് മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ചില കൂട്ടുകാർ പറയാറുണ്ട്, 2 സമയത്ത് മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മ വരും. മാത്രമല്ല ഒരുപാട് ചിന്തകൾ വരും. ഒന്ന് ബാത്റൂമിലിരിക്കുമ്പോൾ, 2 നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ. ആ സമയത്ത് പിശാച് എന്താണ്, ബാത്റൂമിലിരിക്കുമ്പോൾ നമുക്കിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. എന്താ, അതിങ്ങനെ ഓർത്ത് അവിടെ തന്നെ ഇരിക്ക് എന്നുള്ള ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് നീ അവിടെ തന്നെ ഇരിക്ക്. പിശാചിന്റെ വീടാണ്. അവൻ എത്രമാത്രം നമ്മളെ വസ്വാസിലാക്കി അവിടെ ഇരുത്താൻ ഉദ്ദേശിക്കുന്നു അത്ര സമയം അവനെ ഇരുത്തും. അതുകൊണ്ട് ബാത്റൂമിലൊക്കെ കയറിയാൽ വേഗത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങുക. ഒരുപാട് നേരം അവിടെ ഇരിക്കാൻ പാടില്ല. പിന്നെ നിസ്കാരത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാനും നമ്മളെ പല വസ്വാസുകളും ചിലപ്പോൾ റക്അത്തുകൾ തന്നെ മറന്നുപോവാൻ, സൂറത്ത് മറന്നുപോവാൻ, ഫാത്തിഹ മറന്നുപോവാനുള്ള ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ വസ്വാസ് ശൈത്താൻ ഇട്ടുതരും. അപ്പോൾ ഈ 2 സമയത്തും നമ്മൾ ശൈത്വാനിൽ നിന്നും പിശാചിൽ നിന്നും കാവൽ ചോദിക്കണം. എങ്ങനെ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. നമ്മൾ അങ്ങനെ പറയാറുണ്ട്. പിശാചിൽ നിന്നുള്ള കാവൽ ചോദിക്കലാണ്. അതുപോലെ ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാലം കൊണ്ട് കയറണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്നും പറയണമെന്ന് നമ്മൾ മുൻകാല വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഹൃദയം അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നന്നായാൽ ശരീരം മുഴുവനും നന്നാവും, അത് മോശമായാൽ ശരീരം മുഴുവനും മോശമാകും. അതെന്താണ്? അല അറിയണേ ഹാദൽ ഖൽബ്, അത് ഹൃദയമാണ്. ഖൽബ് ഹൃദയമാണ്. ഈ ഹൃദയത്തിലാണ് നമ്മളിങ്ങനെ ചിന്തകൾ, പല ചിന്തകളും, പല മോശപ്പെട്ട നല്ല എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സ് എന്ന് പറയൂല. അതെന്താ? നമ്മുടെ ഈ ഹൃദയം ഉൾപ്പെടുന്ന അതിനാണ് നമ്മൾ മനസ്സ് എന്ന് പറയുക. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ വെറുതെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. കച്ചവടത്തിൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, അതുപോലെ ഇന്ന് എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, ഇന്ന് ഏത് മീൻ വാങ്ങണം, ഇന്ന് ഏത് പച്ചക്കറി എടുക്കണം, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ ചിന്ത പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു 6 ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെറുതെ നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താണ്, വലിയ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്നാണ്. വലിയ പ്രതിഫലം കിട്ടും. അതിലൊന്നാമതായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്, ഒരു മനുഷ്യൻ അവൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാൻ ഇൻഷാ അള്ളാഹ് ഇന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഒരു 100 രൂപ സ്വതക്ക കൊടുക്കണം ഞാൻ വിചാരിക്കുകയാണ്. ഞാനിപ്പോൾ വിചാരിക്കുന്നു ഒരു 100 രൂപ സ്വതക്ക കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് ഇൻഷാ അള്ളാഹ് ഈ വരുന്ന തിങ്കളാഴ്ച എനിക്ക് സുന്നത്ത് നോമ്പ് പിടിക്കണം. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ് ഇൻഷാ അള്ളാഹ് ഈ വരുന്ന വർഷം ഞാൻ ഹജ്ജിന് പോകും, എനിക്ക് പോകണം. അല്ലെങ്കിൽ ഈ വരുന്ന പ്രാവശ്യം അല്ലെങ്കിൽ വരുന്ന മാസം എനിക്ക് ഉംറക്ക് പോകണം. എന്തെങ്കിലും ഒരു നല്ല കാര്യം. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ എനിക്ക് എന്ത് ചെയ്യണം, നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യും. നല്ല കാര്യം കേട്ടോ, മോശപ്പെട്ട കാര്യമല്ല, നല്ല കാര്യം ചെയ്യുമെന്ന് നമ്മൾ എന്ത് ചെയ്തു, മനസ്സിൽ കരുതി. ഒരു പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ പറ്റാതിരിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ എന്താ കരുതിയത്, ഒരു 100 രൂപ ആർക്കെങ്കിലും ഒരാൾക്ക്, പാവപ്പെട്ട ആൾക്ക് ഞാൻ സ്വതക്ക കൊടുക്കും, ഞാൻ അങ്ങനെ മനസ്സിൽ കരുതി. ഒരുപക്ഷെ ഞാൻ ആ 100 രൂപ ഒരാൾക്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തിരക്കുകൾ വന്ന് എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നും വരാം. എന്നാലും നമ്മൾ മനസ്സിൽ അങ്ങനെ ആ ഒരു നല്ല കാര്യം ചിന്തിച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അത് ചെയ്തത് പോലത്തൊരു പ്രതിഫലം തരുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ മനസ്സിൽ വെറുതെ ചിന്തിച്ചോ ഇൻഷാ അല്ലാഹ് എനിക്ക് നാളെ മുതൽ പരിശുദ്ധമായ സൂറത്തുൽ കഹഫ് നേരത്തെ ഓതണം, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ പള്ളിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നൊരു 1000 രൂപ അല്ലെങ്കിൽ ഇന്നൊരു 500 രൂപ, ഒരു 100 രൂപ ഒരാൾക്ക്, പാവപ്പെട്ട ആൾക്ക് കൊടുക്കണം എന്നൊക്കെ വെറുതെ ഇങ്ങനെ മനസ്സിൽ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മളത് ചെയ്താൽ ഒരുപാട് പ്രതിഫലമുണ്ട്. ഇനി അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അള്ളാഹു അതിന് പ്രതിഫലം തരും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്, മനസ്സിൽ വെറുതെ ചിന്തിച്ചാൽ തന്നെ പ്രതിഫലം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുക. രണ്ടാമത്തെ കാര്യം, ദിക്റുൽ അംബിയാ ഇബാദ, അതായത് അമ്പിയാക്കന്മാരെ പറ്റിയുള്ള സ്മരണ, അവരെ പറ്റി ഇങ്ങനെ പറയുക, അവരെ പറ്റി ഓർക്കുക.
ഉദാഹരണം പറഞ്ഞാൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേതാവാണ്. മുത്തു റസൂൽ നമ്മുടെക്ക് മാർഗദർശിയാണ്. ആ മുത്തു റസൂൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് കോലമാകുമായിരുന്നു അല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി ഓർക്കുക, വെറുതെ നബിതങ്ങളെ പറ്റി ഓർക്കുക. നബിതങ്ങളുടെ കാലം അല്ലെ, അതൊക്കെ എങ്ങനെയായിരുന്നു? നബിതങ്ങളുടെ രൂപം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടച്ചം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? വെറുതെ ഇങ്ങനെ ഇപ്പോൾ ഉംറക്ക് പോയ ഹജ്ജിന് പോയ ആളുകളാണെങ്കിൽ ആ മദീനയുടെ കവാടം, മദീനയുടെ ആ പള്ളി, അതുപോലെ തന്നെ റൗദ ഷരീഫിലേക്ക് നമ്മൾ കയറിയ ആ സമയം, അതൊക്കെ വെറുതെ ഇങ്ങനെ ചിന്തിക്കുക. നബിയെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഓർക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്വലാത്തുകൾ പറയുക, നമുക്കത് വലിയ പ്രതിഫലമാണ്. വെറുതെ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ പ്രതിഫലം കിട്ടും. രണ്ടാമത്തെ കാര്യം പ്രവാചകന്മാരെ പറ്റി ചിന്തിക്കുക. മൂന്നാമത്തേത് ദിക്റു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ നല്ല ആളുകളെ പറ്റി, സ്വഹാബിമാരെ പറ്റി, താബിഈങ്ങളെ പറ്റി, ഔലിയാക്കന്മാരെ പറ്റി, മഹാന്മാരെ പറ്റി, അവരെയൊക്കെ പറ്റി വെറുതെ ഇങ്ങനെ ഓർക്കുക, പറയുക. അതൊക്കെ എന്താണ്? നമുക്ക് വെറുതെ പ്രതിഫലം അല്ലാഹു ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. നാലാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം ദിക്റുൽ ഖബർ, ഖബറിനെ ഇങ്ങനെ പറ്റി പറയുക, ഖബറിനെ പറ്റി പറയുക, അല്ലെങ്കിൽ ഖബറിനെ പറ്റി ഓർക്കുക. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലേ, ബസ്സിലിങ്ങനെ പോകുമ്പോൾ, ബൈക്കിലിങ്ങനെ പോകുമ്പോൾ, കാറിലിങ്ങനെ പോകുമ്പോൾ, അല്ലെങ്കിൽ തുണി ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ കറങ്ങി വരാൻ വേണ്ടി, അല്ലെങ്കിൽ വെള്ളം വാഷിംഗ് മെഷീനിൽ വെള്ളം ഇട്ടിട്ട് നമ്മളിങ്ങനെ വെറുതെ നോക്കിയിരിക്കൂലേ, അപ്പോഴൊക്കെ ഇങ്ങനെ വെറുതെ ചിന്തിക്കുക. എന്താ ചിന്തിക്കുന്നത്? ദിക്റിലൊക്കെ പഠിച്ചോനെ, ഞാനിപ്പോൾ മരിച്ച് അല്ലേ, ഞാൻ ഖബറിലേക്ക് പോകണം, ഖബറിലേക്ക് പോയി എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അല്ലാ, എൻ്റെ മക്കൾ എൻ്റെ ഇല്ല, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് ആരും എൻ്റെ കൂടെ ഇല്ല, ഞാൻ ഇങ്ങനെ കിടക്കണം അല്ലേ. അപ്പം 2 മലക്കുകൾ വരും. അല്ലോ, അവർ ചോദിക്കും, എനിക്ക് കൃത്യമായ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ അല്ലെ? എൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും താഴ്ഭാഗത്തൊക്കെ മണ്ണായിരിക്കും, മുകളിൽ പലക വെച്ച് മൂടും, ഞാൻ രക്ഷപ്പെടും. വെറുതെ ഇങ്ങനെ ഖബറിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ഖബറിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, നമുക്കിങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നീട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാനാ. അല്ലാഹുവേ, ഓരോ മനുഷ്യനും ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് അല്ല സൂര്യനുദിക്കുന്ന എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയുമെന്നാണ്. അനബൈത്തുൽ ഉൽമതി, അനബൈത്തുൽ ദീദാനി, അനബൈത്തുൽ വഹ്ശതി, അനബൈത്തുൽ വഹ്ദതി. ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ പേടിപ്പെടുത്തുന്ന വീടാണ്, ഞാൻ ഇരുൾ നിറഞ്ഞ വീടാണ്, ഞാൻ പുഴുക്കൽ നിറഞ്ഞ വീടാണ്. ഈ വീട്ടിലേക്ക് നീ വരേണ്ടതാണെന്ന് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും ഖബറുകൾ നമ്മെ നോക്കി പറയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഖബറിനെ പറ്റി ചിന്തിക്ക്. അപ്പം അതാണോ എന്താ നമ്മുടെ ചിന്ത അല്ലെ? മക്കൾ വലുതായി ഏത് ജോലി അവർക്ക് വാങ്ങി കൊടുക്കണം അല്ലെ, ഏത് ഡ്രസ്സ് എനിക്ക് നാളെ കല്യാണത്തിന് ഇടണം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം, സ്വർണം എവിടെ നിന്ന് വാങ്ങണം, വില കൂടുതലാണ് ഇപ്പോൾ വാങ്ങണ്ട, വില കുറവാണ് അപ്പോൾ വാങ്ങാം. അങ്ങനത്തെ ചിന്ത നമുക്ക് ദുന്യവിയായ മുഴുവൻ ചിന്തകളാണ്, ഉഖ്റവിയായ ചിന്തകൾ വളരെ കുറവാണ്. ഒന്ന് വെറുതെ ചിന്തിക്കുക. ഈ ദുന്യവിയായ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നാൽ നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹു തരുമെന്നാണ്. അഞ്ചാമതായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദിക്റുന്നാർ, നരകത്തെ പറ്റി ഒന്ന് ചിന്തിക്കണേ, നരകത്തെ പറ്റി ഒന്ന് ചിന്തിക്കണം. അല്ലാഹുവേ, നരകമെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ലോകമാണ്. 19 മലക്കുകളാണ് നരകത്തെ കാക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഒരുപാട് അല്ലേ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോടൊപ്പം ഇരിക്കുന്ന സമയത്ത് സ്വഹാബിമാർ പറയുകയാണ്, സമിഅനാ സൗതം മഅൽ ഹൈബതി വശിദ്ദതി, ഞങ്ങളൊരു ഘോരമായ ഭോ എന്ന് പറഞ്ഞ വലിയൊരു ശബ്ദം കേട്ടു, പേടിപ്പെടുത്തുന്ന ശബ്ദം. ആ സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാണ്, തദറൂന മാ ഹാദാ, സ്വഹാബിമാരെ, ആ ശബ്ദം കേട്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ സ്വഹാബിമാർ പറയുന്നു, അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയെ. നബി തങ്ങൾ പറയുകയാണ്, ഹാദാ ഹജർ, അതൊരു കല്ലാണ്, കല്ല് വീണ സൗണ്ടാണ്, ഒരു കല്ല് വീണ ഒച്ചയാണ് കേട്ടത്. അർസല മിൻഹാ മുൻദു 70 ആമാ, 70 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു നരകത്തിലേക്ക് ഇട്ട ഒരു കല്ല് അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ വന്ന് പതിച്ചതിൻ്റെ ശബ്ദമാണ് മുത്തു സ്വഹാബത്തെ നിങ്ങൾ കേട്ടത്.
അല്ലേ? നബിതങ്ങൾ പറയും 70 വർഷത്തെ വഴിദൂരമാണ് ആ നരകത്തിൻ്റെ ആഴം. എന്താ ആ ലോകം! അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും നമ്മൾ ദുആരക്കണം, അള്ളാഹുവേ നരകത്തിൽ നിന്ന് മോചനം തരണേ അല്ലാ. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. അത് വല്ലാത്തൊരു ദുആയാണ്. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. വെള്ളിയാഴ്ച രാവിലും പകലൊക്കെ നമ്മൾ അധികരിപ്പിച്ച് പറയേണ്ട ഒരു ദിക്റാണത്, ഒരു ദുആയാണത്. പിന്നെയോ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വെറുതെ ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ചോദിച്ചു, ആയിഷ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, ദക്കർത്തുന്നാറ ഫബകൈതു. നബിയെ, ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നരകത്തെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ചു പോയി, ഞാൻ കരഞ്ഞുപോയി നബിയെ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ നീ അതിനെപ്പറ്റി ഇങ്ങനെ ഒന്നും ചിന്തിച്ചില്ലേ നരകത്തെപ്പറ്റി? അത് തന്നെ നിനക്ക് നരകമോചനം കിട്ടാൻ കാരണമാണ്. അപ്പോൾ നരകത്തെപ്പറ്റി ഒന്നൊക്കെ ഒന്ന് ചിന്തിക്കുക, അതിനെപ്പറ്റി പറയുക, അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് ഉസ്താദുമാർ പറയുന്നത് കേൾക്കുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യുന്നതാണ്. ഇനി ആറാമതായി പറയാനുള്ളത് ദിക്റുൽ മൗത്ത്, മരണസ്മരണ ഉണ്ടാവണം. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത അതുണ്ട്. ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാം, അല്ലേ? നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷേ മരണസ്മരണ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും, എപ്പോഴോ മരിക്കും, ഇപ്പോഴും മരിക്കില്ല, എനിക്കൊരു 60-70 വയസ്സായാലും മരിക്കൂ എന്ന ചിന്തയല്ല. ഞാൻ ഇന്ന് മരിക്കും, ഞാൻ മരിക്കും, അതുറപ്പ്, ഞാൻ ഇന്ന് മരിക്കും, അങ്ങനെ ചിന്തിച്ച് ജീവിക്കണം. ഞാൻ ഇന്ന് 6 മണിയോടുകൂടി മരണപ്പെടും. അള്ളാഹു എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിസ്കാരം കുറെ കള്ളായുണ്ട്. അതുപോലെ തന്നെ ഉമ്മാനെ വാപ്പാനെ അവരൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഭാര്യ സന്താനങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കടം കൊടുക്കാനുണ്ട്. എത്രയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടോ? അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കടന്നു വരുമ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം മരിക്കും എന്ന നിയ്യത്തിൽ, എന്താണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോധം, ചിലപ്പോൾ ഞാൻ മരിച്ചു പോയാലോ, എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നിസ്കാരങ്ങൾ ക്ലിയർ ആക്കുക, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എല്ലാം ക്ലിയർ ആക്കുക. ദിക്റുൽ മൗത്ത്, മരണസ്മരണ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ മരണസ്മരണ, മരിക്കുമെന്നുള്ള ചിന്ത ഒരു മനുഷ്യൻ്റെ കൽബിലുണ്ടായാൽ അവൻ്റെ കൽബിൽ അല്ലാഹു തആല ഈമാനും തഖ്വയും ഇഖ്ലാസും ഒക്കെ ഇട്ടുകൊടുക്കുമെന്നാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വെറുതെ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലം കിട്ടുമെന്നാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവിധത്തിലുള്ള ഖൈറുകളും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ജമാദുൽ ഊല മാസത്തിൻ്റെ അവസാനത്തേതും 4ാമത്തേതുമായ വെള്ളിയാഴ്ച രാവിലാണുള്ളത്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ രാവിലും ഇന്നും നാളെയൊക്കെ ആയിട്ട് നമുക്ക് അധികരിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദുആ വേറൊന്നുമല്ല, നമ്മളൊക്കെ ഏതായാലും മരിക്കും, അല്ലേ? മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ അവനിക്ക് സ്വർഗ്ഗം ഉറപ്പെന്ന് പറഞ്ഞാൽ അവനിക്ക് ഖബർ ശിക്ഷയില്ലെന്നാണ്. മുഅ്മിനാവണം, അല്ലാതെ വേറെ. ഇപ്പോൾ എത്രയോ ആൾക്കാർ മരിക്കുന്നു. നമ്മുടെ വീട്ടിൽ അയൽവാസിയായ സോമൻ ചേട്ടനും അതുപോലെ വിജയലക്ഷ്മി ചേച്ചിയും അതുപോലെ തന്നെ മത്തായി ചേട്ടനൊക്കെ മരിക്കുന്നു. അങ്ങനെയുള്ള മരണമല്ല, മുഅ്മിനായിട്ട് വെള്ളിയാഴ്ച മരിച്ചാൽ ഖബറിൻ്റെ ശിക്ഷയില്ല, ഉറപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല, മരണം ഖൈറാവാനും നല്ല സമയത്ത് മരിക്കാനും അതുപോലെ തന്നെ എന്താണ് ഈ വെള്ളിയാഴ്ച രാവിലെയോ പകലിലോ ഒരു ശുഹദാഇൻ്റെ പ്രതിഫലം കിട്ടിയിട്ടുള്ള മരണം കിട്ടാൻ നമ്മൾ എപ്പോഴും ദുആരക്കേണ്ട ഒരു ദുആ ഏതാണത്? അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. നമ്മളിത് മുമ്പ് പഠിച്ചിട്ടുണ്ട് ദുആ. ഒന്നുകൂടി പറഞ്ഞേ, എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന وأمتنا مع الإيمان والتوبة. اللهم أمتنا في ليلة الجمعة أو في نهارها يا رب العالمين. എന്താ അതിൻ്റെ അർത്ഥം? اللهم أحينا على الكتاب والسنة. അല്ലാഹുവേ, മുത്തറസൂലിൻ്റെ സുന്നത്തും ഖുർആനും ഒക്കെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. എപ്പോഴാണെങ്കിലും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. اللهم أمتنا في ليلة الجمعة أو في نهارها يا رب العالمين. അല്ലാഹുവേ, മരിക്കുന്ന സമയം റബ്ബേ നീ ഈമാൻ സലാമത്താക്കി തരണയല്ല. വെള്ളിയാഴ്ച രാവിലെയോ പകലിലോ ഒരു ശുഹദാഇനെ പോലെ ആ പ്രതിഫലം കിട്ടുന്ന നല്ല മരണം തരണേ അല്ലാ എന്നാണ് ആ ദുആന്റെ അർത്ഥം. ഒന്നുകൂടെ പറഞ്ഞാലോ? അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ.
ആമീൻ. അൽഹംദുലില്ലാ. ഈ ദുആയൊക്കെ അധികരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂലേ? അള്ളാഹു താല നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ ദുആ എടുക്കുന്നുണ്ട്, എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ച എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. അതുപോലെ തന്നെ ഡിസംബർ 8-ാം തീയതി ഞായറാഴ്ച നമ്മുടെ അനുജൻ്റെ കല്യാണമാണ്. അപ്പോൾ അതൊക്കെ വലിയ റാഹത്തിലും സന്തോഷത്തിലുമാവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റാഹത്തിലാവാനും ഒരു പ്രയാസമില്ലാതിരിക്കാനൊക്കെ നിങ്ങളുടെ ദുആയിലും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യും. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.